നമസ്കാരം. UNI ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുഹമ്മദ് സുഹാസ് മഞ്ചേരി. എഴുതാനായി ജനിച്ച ഒരാൾ ഒരാഴ്ചയിലധികമായി മലയാളികൾ തീവ്രമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ആ മടങ്ങിവരവിന്. പക്ഷേ എല്ലാം വിഫലമായി. ആ മഹാപ്രതിഭ യാത്രയായി. MT എന്ന മഹാപ്രതിഭ. എഴുത്തിൻ്റെ പെരുന്തച്ച വിട. സാഹിത്യകാരനായും മാധ്യമ പ്രവർത്തകനായും ചലച്ചിത്ര സംവിധായകനായും അടയാളപ്പെടുത്തപ്പെട്ട പ്രതിഭ. എല്ലാ പ്രാർത്ഥനകളെയും ആഗ്രഹങ്ങളെയും വിഫലമാക്കിക്കൊണ്ട് അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നു. വേദനയോടെ മലയാളം എഴുത്തിൻ്റെ പെരുന്തച്ഛന് വിട പറയുന്നു. വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ ഓരോ മനുഷ്യനും വായിക്കാനാകുന്ന എഴുത്തുകാരനായിരുന്നു MT. അതുകൊണ്ടാവാം ഓരോ മലയാളിക്കും ഇഷ്ടപ്പെട്ട എഴുത്തുകാരനായി അദ്ദേഹം മാറിയതും. പുസ്തകങ്ങൾക്കൊപ്പം യാത്ര പോവുകയാണ് ഒരു വായനക്കാരൻ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ MTയുടെ എഴുത്തിൻ്റെ പരിസരങ്ങൾ ഓരോ വായനക്കാരനും പരിചിതമാവണം. വായനക്കാരും കഥാപാത്രം തന്നെയായി മാറുന്ന വൈകാരിക മുഹൂർത്തങ്ങളാണ് അദ്ദേഹം എഴുത്തിലൂടെ തീർത്തത്. അല്ലെങ്കിൽ കണ്ടുപരിചിതരായ ആരെപ്പോലെയോ എന്ന് മലയാളികൾ ആ കഥാപാത്രങ്ങളെ ഒരു വിങ്ങലോടെ നെഞ്ചോട് ചേർത്തു. 1933 ജൂലൈ 15 പാലക്കാട് ജില്ലയിലെ പൊന്നാനി താലൂക്കിലെ കൂടല്ലൂരിലാണ് MT വാസുദേവൻ നായർ എന്ന മാടത്ത് തെക്കേപ്പാട്ടത് വാസുദേവൻ നായരുടെ പ്രിയപ്പെട്ട MTയുടെ ജനനം. അച്ഛൻ T നാരായണൻ, അമ്മ അമ്മാളു അമ്മ. MTയുടെ പിതാവ് സിലോണിലായിരുന്നു. നിന്റെ ഓർമ്മയ്ക്ക് MTയുടെ ബാല്യകാലത്തിൻ്റെ ഓർമ്മകൾ പിണഞ്ഞുകിടക്കുന്ന കഥയായിരുന്നു. പാലക്കാട് വിക്ടോറിയ കോളേജിൽ രസതന്ത്രമാണ് അദ്ദേഹം പഠിച്ചത്. ജോലി കിട്ടാനുള്ള സാധ്യത തന്നെയായിരുന്നു ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം. പട്ടാമ്പി ബോർഡ് ഹൈസ്കൂളിലും ചാവക്കാട് ബോർഡ് ഹൈസ്കൂളിലും അധ്യാപകനായി ജോലി നോക്കി പഠനശേഷം അദ്ദേഹം പിന്നീട് ഒരു ട്യൂട്ടോറിയൽ കോളേജിലും അധ്യാപകനായി. തളിപ്പറമ്പിൽ ഗ്രാമസേവകനായി ജോലി കിട്ടിയെങ്കിലും അത് ഉപേക്ഷിച്ച് തിരികെ വരികയായിരുന്നു. പിന്നീടാണ് അദ്ദേഹം പത്രപ്രവർത്തകന്റെ വേഷമണിയുന്നത്, അതും മാതൃഭൂമിയിൽ. മാതൃഭൂമിയിൽ വിവിധ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായി MT ഒരു കോഴിക്കോടുകാരനായി മാറി. 1956 അദ്ദേഹം ആഴ്ച പതിപ്പിൽ സബ് എഡിറ്റർ ട്രെയിനിയാവുന്നത്. 1968 അദ്ദേഹം ആഴ്ച പതിപ്പിന്റെ പത്രാധിപരായി. 81 പത്രാധിപ സ്ഥാനം രാജിവെച്ചത്. പിന്നീട് 89 പീരിയോഡിക്കൽ എഡിറ്ററായി വീണ്ടും തിരികെ എത്തി. 1999 അത് രാജിവെക്കുന്നത്. സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം എഴുതി തുടങ്ങിയിരുന്നു. രക്തം പുരണ്ട മൺതരികൾ എന്ന ആദ്യത്തെ കഥാസമാഹാരം പുറത്തിറങ്ങുന്നത് ബിരുദത്തിന് പഠിക്കുമ്പോഴാണ്. 1954 മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ കഥ 1ാം സ്ഥാനം നേടി. ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മത്സരം. വളർത്തുമൃഗങ്ങൾക്ക് 1ാം സ്ഥാനം കിട്ടിയത് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി. പിന്നീട് പാതിരാവും പകൽ വെളിച്ചവും ഗണ്ടശ പുറത്തു വന്നു. 1958 ആദ്യമായി നോവൽ പുസ്തക രൂപത്തിൽ പുറത്തു വരുന്നത്. അത് മലയാള സാഹിത്യത്തിലെ ക്ലാസിക്കായ നാലുകെട്ടായിരുന്നു. പിന്നീടാണ് 1962 അസുരവിത്ത്, 1964 മഞ്ഞ്, 69 കാലം,
1978 വിലാപയാത്ര, 84 രണ്ടാമൂഴം, 2002 വാരണാസി എന്നീ നോവലുകൾ വരുന്നത്. ഇരുട്ടിൻ്റെ ആത്മാവ്, ഓളവും തീരവും, കുട്ടിയേടത്തി, വാരിക്കുഴി, പതനം, ബന്ധനം തുടങ്ങി അനേകം കഥകളും എഴുതി അദ്ദേഹം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായി മാറുകയായിരുന്നു. അദ്ദേഹം എഴുതിക്കൊണ്ടേയിരുന്നു, എഴുതാനായി ജനിച്ച ഒരാളെപ്പോലെ. കഥകളിൽ പലതും തിരക്കഥകളായി മാറി. ഓരോ കഥാപാത്രവും കാഴ്ചയിലൂടെയും മലയാളിക്ക് പരിചിതരായി മാറുകയായിരുന്നു. അനേകം പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, നിർമാല്യത്തിന് മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം, 4 തവണ മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം, മികച്ച ചലച്ചിത്രത്തിനുള്ള കേരള സംസ്ഥാന പുരസ്കാരം എന്നിങ്ങനെ പല പല പുരസ്കാരങ്ങൾ. 1995 ഭാരത സാഹിത്യ രംഗത്തെ തന്നെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം അദ്ദേഹത്തിന് ലഭിച്ചു. 2005 രാജ്യം പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിക്കുന്നത്. 2013 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി. സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ പ്രഥമ കേരള ജ്യോതി പുരസ്കാരവും MTക്ക് ലഭിച്ചു. പതിനൊന്ന് ദിവസമായി MT ആശുപത്രിയിൽ കഴിയുകയായിരുന്നു. മരണസമയത്ത് മകൾ അശ്വതിയും ഭർത്താവ് ശ്രീകാന്തും കൊച്ചുമകൻ മാധവുമായിരുന്നു അദ്ദേഹത്തിന് സമീപത്തുണ്ടായിരുന്നത്. 91 വയസ്സിൽ വിടവാങ്ങിയ ഭാഷയുടെ കുലപതിക്ക് കേരളം അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. കോഴിക്കോട് കൊട്ടാരം റോഡിലെ സിതാരയിൽ ഇന്ന് പകൽ മുഴുവൻ അന്ത്യോപചാരം അർപ്പിക്കാം. ഉറ്റ ബന്ധുക്കളും സാമൂഹിക സാംസ്കാരിക ചലച്ചിത്ര പ്രവർത്തകരും അടക്കം ആയിരങ്ങളാണ് അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ സിതാരയിൽ എത്തുന്നത്. MTയുടെ ആഗ്രഹപ്രകാരം വീട്ടിൽ മാത്രമായിരിക്കും അന്തിമ ദർശന സൗകര്യം. ഇന്ന് വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് മാവൂർ പൊതുശ്മശാനത്തിലാണ് സംസ്കാരം. MTയോടുള്ള ആദരസൂചകമായി ഇന്നും നാളെയും സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇന്ന് ചേരാനിരുന്ന മന്ത്രിസഭാ യോഗം ഉൾപ്പെടെ എല്ലാ സർക്കാർ പരിപാടികളും മാറ്റിവെച്ചു. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി ലാലേട്ടൻ ഉൾപ്പെടെ പ്രമുഖ താരങ്ങൾ അദ്ദേഹത്തിന്റെ വീടായ സിതാരയിൽ എത്തിച്ചേർന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട അന്നു മുതൽ മലയാളികൾ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി പ്രാർത്ഥിക്കുകയും തീവ്രമായി ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ അതെല്ലാം വിഫലമായി മാറുകയും അദ്ദേഹം വിട പറയുകയും ചെയ്തു. നിർമാല്യം, കടവ്, ഒരു വടക്കൻ വീരഗാഥ, സതയം, പരിണയം തുടങ്ങിയ ചിത്രങ്ങൾക്ക് ദേശീയ അവാർഡും, ഓളവും തീരവും, ബന്ധനം, ഓപ്പോൾ, ആരൂഢം, വളർത്തുമൃഗങ്ങൾ, അനുബന്ധം, തൃഷ്ണ, ഇടവഴിയിലെ പൂച്ച, മിണ്ടാംപൂച്ച, അമൃതം ഗമയ, പെരുന്തച്ചൻ, സുഹൃതം, ഒരു ചെറുപുഞ്ചിരി, തീർത്ഥാടനം എന്നിവയ്ക്ക് സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് പ്രേം നസീർ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പഞ്ചാഗ്നി, നഗക്ഷതങ്ങൾ, വൈശാലി, പെരുന്തച്ചൻ, വടക്കൻ വീരഗാഥ, നഗരമേ നന്ദി, നിഴലാട്ടം, ഒരു ചെറുപുഞ്ചിരി, നീലത്താമര, പഴശ്ശിരാജ അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ ഒരുങ്ങിയ സിനിമകളായിരുന്നു. ഇതെല്ലാം മികച്ച ചിത്രങ്ങളായി ജനമനസ്സുകൾ നെഞ്ചിയേറ്റിയതുമാണ്. ലാലേട്ടനും മമ്മൂക്കയ്ക്കും ഒരുപാട് ഹിറ്റുകൾ നേടിക്കൊടുത്ത ഒരു എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം. ലാലേട്ടന്റെ മികച്ച മൂവിയായിട്ടുള്ള പഞ്ചാഗ്നി, അമൃതം ഗമയ, ഓളവും തീരവും, സതയം, അതുപോലെ മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരഗാഥ, പഴശ്ശിരാജ, ഈ സിനിമകളൊക്കെ ഇവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇവരുടെ സിനിമാ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സിനിമകളാണ്.
MTയുടെ ഡ്രീം പ്രൊജക്റ്റായ ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ച രണ്ടാം ഊഴം എന്ന സിനിമ ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം യാത്രയാവുന്നത്. പിൽക്കാലത്ത് ആ സിനിമ സംഭവിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ ജനമനസ്സുകളിൽ ഇനി എന്നും ജീവിക്കട്ടെ. ഇനി ഇവിടെ ഇങ്ങനെ ഒരാളില്ല. ബാഹ്യമായ ഒരലങ്കാരങ്ങളും ആഘോഷങ്ങളും ഭ്രമിച്ചിട്ടില്ലാത്ത ആ വലിയ മനുഷ്യൻ ഓർമ്മയായി. എഴുത്തിൻ്റെ പെരുന്തച്ച വിട. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ ദിസ് ഈസ് സൈനിങ് ഫ്രം സുഹാസ് മഞ്ചേരി.